നമ്മുടെ ജീവന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റുള്ളവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ആഴ്ചയിൽ ചെക്കപ്പിന് വരണം. വിവാഹത്തെക്കുറിച്ചും മുടങ്ങിപ്പോയ എൻഗേജ്മെന്റിനെ കുറിച്ചും ഓർത്തും ടെൻഷൻ ആവണ്ട. എല്ലാം അതിന്റേതായ സമയത്ത് ഭംഗിയായി നടക്കും. അല്ലേ തുളസി? തീർച്ചയായും. കണ്ടില്ലേ, ഇത്രയും സ്മാർട്ടായ മകളും എന്തിനും തയ്യാറായ ഒരു മരുമകനും ഉള്ളപ്പോ പിന്നെ എന്തിനാ ടെൻഷൻ? എനിക്ക് ടെൻഷനൊന്നും ഇല്ല ഡോക്ടർ. ഗുഡ്. പ്രിയക്ക് വീട്ടിൽ പോയാൽ കുറച്ചുകൂടി സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടാ ഞാനിപ്പോ ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്ന് കരുതി അവിടെ വിസിറ്റേഴ്സിനെയും കൂട്ടി കഥ പറച്ചിലും മറ്റുമായി കാര്യങ്ങൾ വഷളാക്കാതെ നോക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ശരിയെന്ന്. അതെ, കേട്ടല്ലോ, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ നോക്കണമെന്ന്. ഓ, എത്രയായി? 60. ആ, അമ്മയുടെ കുടുംബശ്രീകാരൊക്കെ വരുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ട് പ്രിയ? കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വാ. മോളുടെ കാര്യം ആലോചിച്ചാ ഞങ്ങൾക്ക് വിഷമം. എന്നെ ആലോചിച്ച് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എത്ര പ്രതീക്ഷയോടെ ആ കല്യാണ നിശ്ചയത്തിന് നീ ഇവിടെ നിന്നും പോയിട്ടുണ്ടാവുക. എല്ലാം തകർത്തു കളഞ്ഞില്ലേ നിന്റെ അമ്മാവൻ? പ്രസാദ് സാറിന് എന്താ പറ്റിയത്? സാറിന് ഈ വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ലേ? ദുർഗയ്ക്ക് തുളസിയോടും പ്രിയയോടും ഇഷ്ടക്കേടുണ്ടെന്നറിയാം. എന്നാലും അതെല്ലാം മാറ്റിവെച്ച് അവര് തന്നെയല്ലേ എൻഗേജ്മെന്റിന് മുൻകൈ എടുത്തത്. പ്രിയയുടെ ഏട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മ എന്തിനാ കരയുന്നേ? ഇനി കരഞ്ഞിട്ടെന്തിനാ? വെറുതെ അസുഖം കൂട്ടാനോ? അമ്മയ്ക്ക് സങ്കടം കാണാതിരിക്കില്ലല്ലോ മോളെ. എല്ലാരും കാണുകയല്ലേ പ്രസാദ് സാർ കല്യാണ നിശ്ചയം മുടക്കിയത്. ഇനി മോക്കൊരു മംഗല്യഭാഗ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ആദ്യെ കൊണ്ട് പ്രസാദ് സാർ മോളെ കെട്ടിക്കില്ല. ഇനി പുറമേ നിന്ന് ആരെങ്കിലും പെണ്ണന്വേഷിച്ച് വന്നാൽ തന്നെ ഒരു കല്യാണ നിശ്ചയം അമ്മാവൻ കാരണം മുടങ്ങിയതാണെന്നറിഞ്ഞാൽ അവര് നിന്നെ കെട്ടാൻ തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാനൊരു കെട്ടാ ചെറുക്കായി ഈ വീട്ടിൽ കിടന്നു പോവാണെങ്കിൽ അങ്ങ് കിടക്കട്ടെ. എന്തായാലും എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ഭാരമായിരിക്കില്ല. പക്ഷെ അച്ഛനമ്മമാർക്ക് പെൺമക്കൾ ഒരു ബാധ്യതയാണ്. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് കരുതി എന്റെ അച്ഛനും അമ്മയെ ആ കൂട്ടത്തിൽ കരുതണ്ട. കേട്ടല്ലോ പറഞ്ഞത്. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. നിങ്ങൾ അമ്മയെ കാണാൻ വന്നതിലും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതിലും സന്തോഷമുണ്ട്. പക്ഷെ അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ എന്റെ അമ്മയെ കൂടുതൽ വിഷമിപ്പിക്കാനാണെങ്കിൽ ദയവേത് അമ്മയ്ക്ക് കുറച്ച് മനസ്സമാധാനം കൊടുക്കണം. മുടങ്ങിപ്പോയ കല്യാണ നിശ്ചയത്തിന്റെ പേരും പറഞ്ഞ് ഇനി എന്റെ അമ്മയെ മാനസികമായി തളർത്തരുത്. ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല തുളസി. എനിക്കറിയാം, പക്ഷെ അത് എന്റെ അമ്മയുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും. പ്രിയ റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. അമ്മ വാ. മോൾ അമ്മയെ കൊണ്ടുപോയി അകത്ത് കിടത്ത ചെല്ല്. കിടക്കാനൊന്നും ഞാനില്ല. പിന്നെ എനിക്ക് ദേവമംഗലത്തൊന്ന് പോണം. എന്തിന്? നമ്മളെല്ലാം മോഹിപ്പിച്ചിട്ട് ഏട്ടൻ എന്താ നേടാനുള്ളെന്ന് എനിക്ക് അറിയണമല്ലോ. നിന്റെ ജീവിതം തകർത്തത് എന്തിനാണെന്ന് എനിക്ക് ഏട്ടന്റെ മുഖത്ത് നോക്കി ചോദിക്കണം. നീ ഇപ്പൊ അതിനൊന്നും പോണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന്റെ പേരില് മനസ്സ് വിഷമിപ്പിക്കാൻ പോണ്ട. ഇങ്ങനെ പരിഹസിക്കാനും മാത്രം എന്റെ തെറ്റ് ഞാൻ തുളസി മോളെ ഏട്ടനോട് ചെയ്തത്. അതെനിക്ക് അറിയണം ചേട്ടൻ. ഇനി ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? എന്നാലും പ്രസാദേട്ടൻ എങ്ങനെയാ ഇത്രയും ക്രൂരനാവാൻ കഴിഞ്ഞത്? അവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മാമനല്ല, ആദ്യമോൻ ശരിക്കും ദുർഗേച്ചിയുടെ മകനാണോ അതോ പ്രിയയുടെ മകനാണോ? പ്രിയയ്ക്ക് പിറന്ന കൊടിച്ചിപ്പെണ്ണിനെ നീ കണ്ടില്ലേ?
പിന്നെ അവൻ എന്തിനാ പ്രിയ ഇങ്ങനെ സ്നേഹിക്കുന്നത്? തുളസി അവൻ സ്നേഹിക്കുന്നത് എന്തിനാന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്നേഹിക്കുന്ന പെണ്ണിന്റെ അമ്മയെ ഇങ്ങനെ സ്നേഹിക്കണമെങ്കിൽ അവര് തമ്മിൽ എന്തെങ്കിലും രക്തബന്ധമുണ്ടോ? പ്രസാദേട്ടന്റെ പെങ്ങളല്ലേ, ആ ഒരു സ്നേഹം ആദിക്ക് പ്രിയയോട് പണ്ടേ ഉള്ളതാ. ഓ, അല്ല, നിന്നോടാരാ ആദി അവിടെ ഉണ്ടെന്നും അവൻ പ്രിയെ ശുശ്രൂഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞത്? നീ അവിടെ പോയിരുന്നോ? പിന്നെ എനിക്കതല്ലേ പണി. പ്രിയയുടെ അസുഖം ഇവരെ അന്വേഷിക്കാൻ പോവാൻ അവൾ എന്റെ ആരാ? പിന്നെ ഇത്രയും വിശദമായിട്ട് നീ എങ്ങനെ അറിഞ്ഞു? തുളസിയുടെ വീട്ടില് പ്രിയയെ കാണാൻ പോകുന്നവരുടെ തിരക്കല്ലേ. പ്രസാദ് സാർ എന്തോ വലിയ ക്രൂരകൃത്യം ചെയ്തതുപോലെയാ എല്ലാവരുടെ സംസാരം. ഓ, അപ്പൊ പ്രിയയെ കാണാൻ പോയി വരുന്നവരുടെ പരദൂഷണോ? ഞാൻ പക്ഷെ പരദൂഷണത്തിനൊന്നും നിന്നില്ല കേട്ടോ. പ്രസാദ് സാർ എന്തിനാ ആദ്യം തുളസിയുമായുള്ള വിവാഹ നിശ്ചയം മുടക്കിയെന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ നല്ല അസല് മറുപടി കൊടുത്തിട്ടുണ്ട്. നീ എന്താ അവരോട് പറഞ്ഞത്? പ്രസാദ് സാറിനോട് അന്വേഷിക്കാതെയാ ദുർഗേച്ചി വിവാഹ നിശ്ചയം നടത്തിയതെന്നും അതുകൊണ്ടാ സാറിന് ദേഷ്യം വന്നതെന്നും. അപ്പോ നീ എന്റെ മേലാണ് കുറ്റം ചാരിയിരിക്കുന്നത്. അതാ ചേച്ചി നല്ലത്. അല്ലാതെ അവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? ഇപ്പൊ ഏലയ്ക്കും മുള്ളിനും കേടില്ല എന്നുവെച്ചാ പ്രസാദ് സാറിനും ദുർഗേച്ചിക്കോ ഒരു കുഴപ്പവും പറ്റില്ലാന്ന്. ഇതിൽ എന്റെ സ്ഥാനം ഏതാ? ഇലയുടെയോ മുള്ളിന്റെയോ? മുള്ള്. ഏ? വേണമെങ്കിൽ ഇല അയക്കോ, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നാട്ടുകാർക്ക് മുമ്പിൽ നീ എന്നെ അങ്ങ് നാണം കെടുത്തി. ഭർത്താവിനോട് ചോദിക്കാതെ അന്വേഷിക്കാതെ മകന്റെ വിവാഹം നിശ്ചയിച്ചവൾ എന്നൊരു പേരുദോഷം നീ എനിക്കങ്ങ് ചാർത്തി തന്നു. ആളുകൾ ഇനി എന്തൊക്കെ ആയിരിക്കും പറഞ്ഞുണ്ടാക്കുക? അവര് ചേച്ചിയെ പറഞ്ഞു പുകഴ്ത്തും. ആദ്യം തുളസിയുമായുള്ള ഇഷ്ടം നടത്തിക്കൊടുക്കാൻ ഒരമ്മയ്ക്ക് ഭർത്താവിനെ ധിക്കരിക്കേണ്ടി വന്നു എന്നാ ഞാൻ അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതൊരു തെറ്റാ? നീ ശരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അല്ലാതെ എന്റെ ദുർഗേച്ചിയെ ഞാൻ അങ്ങനെ ആൾക്കാർക്ക് മുന്നിൽ കുറ്റക്കാരിയാക്കോ? ഭർത്താവ് എതിർക്കൂന്ന് അറിയാവുന്നത് കൊണ്ടാ ദുർഗേച്ചി മകന്റെ ഇഷ്ടം നടത്തിക്കൊടുക്കാൻ ഇത്രയും വലിയ ത്യാഗം ചെയ്തെന്ന് കൂടി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നന്നായി. അപ്പോ നാട്ടുകാരുടെ മുമ്പില് എനിക്ക് ക്ലീൻ ഇമേജ് തന്നെയാണ്. അതേ സുലു കളഞ്ഞു കുളിക്കോ? ഇല്ലല്ലോ. പക്ഷേ ആദ്യ വേഗം പിടിച്ച് കെട്ടിച്ചില്ലെങ്കിലേ ദുർഗേച്ചി വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലാന്ന് വരും. ഞാൻ ഇപ്പൊ തന്നെ അവനെ പോയി കൂട്ടിക്കൊണ്ടുവരാം. എന്നിട്ട് പ്രിയയുടെയും ജയന്റെയും ആദ്യയുടെ എല്ലാം മുമ്പിലേ ഇതുവരെ ഉണ്ടാക്കി വെച്ച എല്ലാ സൽപ്പേരും അങ്ങ് കളയണം. എന്താ ചേച്ചി? എന്റെ ദുർഗേച്ചി വിഡ്ഢിത്തം കാണിക്കല്ലേ. ചേച്ചി ഇപ്പൊ അവിടെ പോയി ആദ്യ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാലേ ആദ്യം അവിടെ ഉള്ളവര് എന്ത് കരുതും? ചേച്ചിയും പ്രസാദ് സാറിനെ പോലെ അവർക്ക് എതിരാന്നല്ലേ വിചാരിക്കുള്ളൂ. വിചാരിക്കട്ടെ. പിന്നെ വിഡ്ഢിത്തം. എന്റെ ദുർഗേച്ചി മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ടല്ല, ഇല കൊണ്ട് വേണം എടുക്കാൻ. പതുക്കെ പതുക്കെ വളരെ പതുക്കെ തൊട്ട് തലോടി ആരെയും വേദനിപ്പിക്കാതെ കാര്യം നേടണമെങ്കിലേ അതുകൊണ്ട് കാര്യങ്ങൾ നല്ലതുപോലെ ആലോചിക്കണം. എന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതാണ് ബുദ്ധി. നീ പറഞ്ഞതാ ശരി. മുള്ളിനെ മുള്ളുകൊണ്ടല്ല, ഇല കൊണ്ട് വേണം എടുക്കാൻ. തുളസി, എടി തുളസി, ഞാൻ നിന്നെ തിരക്കി വീട്ടിലേക്ക് വരുമായിരുന്നു. നീ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ലാൻഡ് ചെയ്തേ? ഇന്ന് കാലത്ത് വന്നപ്പോഴാണ് നിന്റെ എൻഗേജ്മെന്റിനെ ഇനി മേല് നീ എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. നീ ഒരു സ്ത്രീയാണോടി?
പ്രസാദേട്ടാ ഞാൻ എന്താ ചെയ്ത്? ഞാൻ നിന്നെ ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പ്രസാദേട്ടനത് പറയുന്നത് കേൾക്ക്. നീ ആ കള്ള രാജവർമ്മയും കൂടെ ചെയ്ത നാടകങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. രണ്ടിനും ഞാൻ വെറുതെ വിടില്ലടി. പ്രസാദേട്ടാ, ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം നടന്ന പ്രിയ മരിച്ചു പോകുന്ന നീ അയാളെ കൊണ്ട് പറയിപ്പിച്ചാണ് അല്ലടി. പ്രസാദേട്ടാ എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. അറിയില്ലെന്നോ നിനക്ക്? പ്രസാദേട്ടാ, പിന്നെ ഞാൻ നിന്നെ എന്താ ചെയ്തു? അതെ. എന്തിനാ അമ്മ ഉപദ്രവിക്കുന്നത്? എന്നോട് തുളസിയോടും കാണിച്ചത് പോരാഞ്ഞിട്ടാണോ അമ്മയെ ഉപദ്രവിക്കുന്നത്? മാറിക്കോട്ടെ. അവന്റെ അമ്മ ഇവിടെ അമ്മയിലടാ, യക്ഷിയ. മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന യക്ഷി. വേണ്ട, ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം അമ്മ എന്ത് തെറ്റാ ചെയ്തേ? നീയും തുളസിയായിട്ടുള്ള വിവാഹം മുടക്കിയത് ഞാനല്ല, ഇവളാ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്ന തുളസിയുടെ അമ്മയ്ക്ക് മരണം സംഭവിക്കുന്ന ആ കള്ള ജ്യോതിഷയെ കൊണ്ട് പറയിപ്പിച്ചത് ഇവളാ. അതുകൊണ്ട് മാത്രമാടാ നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ എതിര് നിന്നത്. ഞാനും തുളസിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞ പ്രിയാന്റി മരിക്കുന്നു. ആ, നിങ്ങളുടെ വിവാഹം മുടക്കാനും അത് എന്നെ കൊണ്ട് നടത്താതിരിക്കാനും നിന്റെ ഈ പൊന്നമ്മ കണ്ടെത്തിയ കുബുദ്ധി എന്റെ പ്രിയക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതിയടാ നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ തടസ്സം നിന്നത്. ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിയിരിക്കും. ഈ അച്ഛൻ സന്തോഷത്തോടെ നടത്തി തരൂടാ അത്. ദുഷ്ടയാ. സ്വന്തം മകന്റെ ഇഷ്ടം നടക്കാതിരിക്കാനും ഞാനും പ്രിയയും തമ്മിലുള്ള ബന്ധം തകർക്കാനും എന്റെ തുളസി മോളെ എന്നിൽ നിന്ന് അകറ്റാനും ഇവള് കണ്ടെത്തിയ നാടകം. അതിനെനിക്ക് ഏറ്റവും വിശ്വസ്തനായ രാജവർമ്മയെ തന്നെ ഇവള് കൂട്ടുപിടിച്ചു. ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കരുത്. എനിക്ക് ഇനി ഇങ്ങനെ ഒരു ഭാര്യ ഇല്ല. തുടരുത്, എന്നെ നീ തുടരുത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതി തുളസി മോളെ വിവാഹം കഴിക്കണം. എടാ, നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കണം. അച്ഛ ഒന്നുമില്ല. അച്ഛ അച്ഛ പ്രസാദേട്ടാ, അയ്യോ അച്ഛ. എന്തിനാ എപ്പോഴും ഓരോന്ന് ആലോചിച്ചിരിക്കുന്നേ? ടെൻഷൻ അടിച്ച് അസുഖം വരുത്തി വെക്കാനാ? പ്രിയക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ? ഞാൻ കാരണം അവൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്.
എല്ലാം കഴിഞ്ഞില്ലേ പ്രസാദേട്ടാ? പ്രിയ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നില്ലേ? ഇനിയും അവളെ ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. പ്രിയയും ജയനും തുളസിയും നമ്മുടെ ആദിമോനും അവരൊക്കെ ഒരു ശത്രുവിനെ പോലെ ഇപ്പൊ എന്നെ കാണുന്നത്. എല്ലാം പ്രസാദേട്ടന്റെ തോന്നല. ആണോ? അവരുടെ സന്തോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാതെ അവരെ പറഞ്ഞു മോഹിപ്പിച്ച് എന്നെ അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവർക്കെന്നല്ല, ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പ്രസാദേട്ടന്റെ മനസ്സിലെ നന്മ അവർക്കറിയാത്തതുകൊണ്ടല്ലേ? പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രസാദേട്ടൻ ചെയ്യുന്ന ത്യാഗത്തെക്കുറിച്ച് അവർക്കാർക്കും അറിയില്ലല്ലോ. ഞാൻ എന്തിനാണ് അവരോട് ഇത്രയും കാലം ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് ഇനിയെങ്കിലും അവരറിയണം. എന്റെ ത്യാഗത്തിന്റെ മഹിമ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ലടോ. എന്റെ പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടെങ്കിലും എല്ലാ സത്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞേ പറ്റൂ. എന്തൊക്കെയാ പ്രസാദേട്ടൻ ഈ പറയുന്നേ? ആദ്യ തുളസിയെ വിവാഹം കഴിച്ചാൽ വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് അവൾ അറിയണം. അവളോടെങ്കിലും എനിക്ക് ആ രഹസ്യം തുറന്നു പറയണം ദുർഗ. ഇല്ലെങ്കിൽ അതിങ്ങനെ നെഞ്ചിപ്പേറി നടക്കാൻ എനിക്ക് വയ്യ. സത്യം അറിയുമ്പോ പ്രിയ എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രസാദേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. എന്നോടുള്ള അവളുടെ ദേഷ്യം പിണക്കൊക്കെ മാറും. അത് മാത്രമേ ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. പ്രിയയ്ക്ക് പ്രസാദേട്ടനോട് ദേഷ്യം പിണക്കൊന്നുമില്ല. അവൾ എന്നും ഈ ഏട്ടനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ പ്രസാദേട്ടന് സംശയമുണ്ടെങ്കിലും എനിക്കൊരു തരി പോലും സംശയമില്ല. എടോ, താൻ പറയുന്നതൊക്കെ ശരിയാണ്. എന്നാലും സത്യം അവൾ അറിയണം. തിരുമേനിയുടെ കണക്കുകൾ പിഴക്കില്ല. അതുകൊണ്ട് തന്നെ പ്രിയ എന്നെ അംഗീകരിക്കും. ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതൊക്കെ പ്രസാദേട്ടന്റെ വെറും തോന്നല. പ്രിയ ചിലപ്പോ പ്രസാദേട്ടൻ പറയുന്ന ഒന്നും വിശ്വസിച്ചെന്ന് വരില്ല. വിശ്വസിക്കും. ഇല്ലെങ്കിൽ തിരുമേനിയുടെ അടുത്തേക്ക് ഞാൻ അവളെ കൊണ്ടുപോകും. എടോ, അദ്ദേഹം പറഞ്ഞാൽ അവൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പ്രിയെ തിരുമേനിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നാണോ പറയുന്നത്? തിരുമേനിയാകുമ്പോ എല്ലാം അതിന്റേതായ രീതിയിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. പ്രസാദേട്ടാ, നല്ലതുപോലെ ആലോചിച്ച് വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ പ്രിയയ്ക്ക് വിഷമം തട്ടുന്ന ഒന്നും കാണാനോ കേൾക്കാനോ പാടില്ലെന്ന് പ്രസാദേട്ടന് അറിയാവുന്നല്ലേ? എടോ, ഈ സത്യം അവളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അവൾക്ക് അതിനേക്കാൾ വലിയ വിഷമായിട്ട് മാറും. അതി, ചില കാര്യങ്ങൾ നിന്നോട് എനിക്ക് പറയാനുണ്ട്. മക്കള് മുതിർന്ന വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവര് കൂടി അറിയണമെന്നാ പഴമക്കാര് പറയുന്നത്. അമ്മയ്ക്കിപ്പോ പഴയ ആചാരം വിശ്വാസമൊക്കെ ഉണ്ടോ? ആഹാ, നീ ഞാനൊരു കാര്യം പറയുമ്പോ എനിക്കെതിരായിട്ട് പറയുകയല്ലേ? ഇതാ കുഴപ്പം. നിന്റെ അച്ഛനും എന്നോട് ഇങ്ങനെയാ പെരുമാറുന്നത്. എല്ലാവർക്കും അവരവരുടെ ന്യായം. മറ്റുള്ളവർക്ക് എന്താ സംഭവിക്കുന്നതെന്നോ അവരുടെ മാനസികാവസ്ഥ എന്താണെന്നോ ആർക്കും അറിയണ്ട. ഞങ്ങളുടെ മാനസിക നിലയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അമ്മയാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നോ നീ പറയുന്നത്? ഈ വീട്ടിലെ സമാധാനം ഇല്ലാതാകുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഈ കുടുംബത്തിലെ പ്രധാന ആളെന്ന നിലയിൽ അമ്മയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്.
നീ ഇത്രയും വിശദമായിട്ടൊക്കെ സംസാരിക്കാൻ പഠിച്ചോ? ആരാ നിനക്കിതൊക്കെ പറഞ്ഞു തന്നത്? അമ്മയല്ലേ ഞാൻ മുതിർന്നു എന്ന് പറഞ്ഞത്. അതെന്റെ തലയ്ക്ക് മുകളിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ എന്റെ ഭാഗം കൂടി മനസ്സിലാക്കുമെന്ന് കരുതിയാ ഞാൻ നിന്നോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ ആരുടെയും പ്രത്യേക ഭാഗമൊന്നുമില്ലമ്മേ. അച്ഛന്റെ എന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അമ്മയാണെന്നേ ഞാൻ പറയൂ. നിന്റെ അമ്മയോടാ നീ പറയുന്നതെന്ന് ഓർക്കണം. അമ്മമാര് മനസ്സ് നൊന്ത് പ്രാഗിയ ഗതി പിടിക്കില്ലെന്ന് നീ ഓർത്തോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? എനിക്ക് ആണായും പെണ്ണായും നീ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്നെ നീ സ്നേഹിക്കാതെ ഇഷ്ടപ്പെടാതെയും പെരുമാറാൻ തുടങ്ങിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പ്രസാദേട്ടൻ എങ്ങനെ പെരുമാറിയാലും ഞാൻ സഹിക്കും. പക്ഷെ നീ എന്റെ മകനാ. നീ എന്നെ തള്ളിപ്പറഞ്ഞ അമ്മയ്ക്ക് സഹിക്കാനാവില്ല. അമ്മ ഒന്ന് നിർത്ത്. വന്ന് ഈ വീട്ടിൽ വന്ന് കേറുമ്പോഴേ സ്വസ്ഥത ഇല്ലാതായിട്ടുണ്ട്. അത് നിന്റെ തോന്നല. നീ അമ്മയെ മനസ്സിലാക്കുകയും എന്റെ സങ്കടങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്ത ഈ വീടൊരു സ്വർഗമായിട്ട് നിനക്ക് തോന്നും. നമ്മൾ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടായതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ടിപ്പോ ആരൊക്കെ എങ്ങനെയൊക്കെ പെരുമാറിയാലും ഈ ദുർഗ തോൽക്കില്ല. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഒരിക്കൽ നിങ്ങൾ എല്ലാവരും തിരിച്ചറിയും. നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതെ, അത് മരുമകൻ വന്നതിന്റെ സന്തോഷ. മരുമകനല്ല, മകൻ തന്നെയാ. ഓ സോറി. ആദ്യം വന്നിരുന്നോ? വന്നെന്ന് മാത്രല്ല, മരുന്ന് കഴിക്കാതെ മടി പിടിച്ചിരുന്ന അമ്മയെ മരുന്ന് കഴിപ്പിക്കുകയും ചെയ്തു. പിന്നെ എന്നൊരു വിശേഷം ഉണ്ടായി. എന്താ? ആദിമോൻ പറയാ എന്നെ അവൻ അമ്മയെ പോലെ കാണുന്നേന്ന്. അത് പിന്നെ അല്ലെങ്കിൽ നീ അവനെ മകനെ പോലെ തന്നെയല്ലേ കാണുന്നത്? അതെ. അപ്പൊ ഞാൻ ഔട്ട്. നിങ്ങളെ അമ്മയും മകനും അച്ഛനുമായിട്ട് ഇവിടെ അങ്ങ് കഴിഞ്ഞു. നീ എന്റെ മകളല്ല. നീ എന്റെ ജീവന്. മതി 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 സ്നേഹിച്ചത്. മാറിക്കേ. അച്ഛാ, ഈ അമ്മയാള് ശരിയല്ല. കൂടി മരുന്നൊന്നും കഴിക്കുന്നില്ലെന്നേ. ഓരോരോ കാരണങ്ങളും പറഞ്ഞ് കഴിക്കാതിരിക്കുന്നയാ. അല്ല, ചേട്ടൻ വൈദ്യരെ കണ്ടിരുന്നോ? മരുന്ന് എഴുതി തന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന മരുന്നുകളാ. കുറച്ചൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി അടുത്തുള്ള പറമ്പിലുണ്ടാവും. നീ പറമ്പിൽ പോയി നോക്കിയാ മതി, അവിടെ ഉണ്ടാവും. അയ്യോ, എനിക്ക് മരുന്നിനെ കുറിച്ചൊന്നും അറിയില്ല. എല്ലാത്തിന്റെ പേരും ഫോട്ടോസും വൈദ്യൻ നിന്റെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി പറിച്ചാ മതി. ഇപ്പൊ തന്നെ ചെല്ല്. അയ്യടാ, ഇപ്പോഴൊന്നും പോകുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആസുലു, നീ ഈ കോഫി ആദിക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക്. അതിന് ആദ്യം ഇവിടെ ഇല്ലല്ലോ. അവൻ ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത് കണ്ടല്ലോ. ഞാൻ കണ്ടില്ല. അവന്റെ ബൈക്ക് ഉണ്ടോന്നൊന്ന് പോയി നോക്കൂ. ആന്റി പോയി, ആന്റി പോയി. അത് ശരി. അതിനിടയിൽ അവൻ പോയി കഴിഞ്ഞോ? ആദ്യമായിട്ട് നമ്മളെയൊക്കെ വിട്ട് പോയി. ആന്റി എന്താ പറഞ്ഞത്? ആദ്യമായിട്ടും സൂസൈഡ് ചെയ്തു. നിന്നോട് ഇതാരാ പറഞ്ഞേ? ഞാൻ കണ്ടതാ. ആദ്യമായിട്ട് ഒരു കയറുമായി റൂമിലേക്ക് പോയി വാതിലടയ്ക്കുന്നത്. വാതിലടച്ചിട്ട് സൂസൈഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കയറുമായി അകത്ത് കയറി ഡോർ അടക്കില്ലല്ലോ. ഒരു കയറുമായിട്ട് അകത്ത് കയറിയതിനാണോടി നീ ആദ്യം ആത്മഹത്യ ചെയ്തൊന്ന് കൂവി വിളിച്ചത്? മനുഷ്യനങ്ങ് പേടിച്ചു പോയി. അല്ല
ആന്റി, ആദ്യേട്ടനെ ആത്മഹത്യ ചെയ്യും. അതിനു മുൻപ് നമുക്ക് പോയി ആദ്യേട്ടനെ രക്ഷിക്കണം. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞ സത്യം ആന്റി. ആദ്യേട്ടൻ കെട്ടി തൂങ്ങി മരിക്കും. അനാവശ്യം പറഞ്ഞ കൊല്ലുന്നതിന് ഞാൻ. തൂങ്ങി മരിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ കയറ് വാങ്ങിച്ചോണ്ട് വന്നേ? നീ കണ്ടോ ആദ്യ കയറുമായി അകത്തേക്ക് പോകുന്നത്? കാണാൻ മാത്രമല്ല, ഞാൻ ആദ്യേട്ടനെ തടയുകയും ചെയ്തു. എന്നിട്ട് റൂമിൽ നിന്ന് എന്നെ ആട്ടി പുറത്താക്കി. അവൻ മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കും കയറും കൊണ്ടുവന്നത്. അല്ല ആന്റി, കെട്ടി തൂങ്ങാൻ വേണ്ടി തന്നെയാ. എന്ന് നിനക്കെങ്ങനെ അറിയാം? ആദ്യേട്ടൻ എന്നോട് പറഞ്ഞു. എന്ത്? ഞാൻ കെട്ടി തൂങ്ങാൻ പോവാണെന്ന്. ദുർഗാന്റി, ഇനി സംസാരിച്ചോണ്ടിരുന്നാലേ ആദ്യേട്ടന്റെ ഡെഡ് ബോഡി ആയിരിക്കും കാണേണ്ടി വരും. ഒന്ന് വേഗം പോവാ, ഇല്ലെങ്കിൽ ആദ്യേട്ടൻ മരിക്കും. ദൈവമേ, ഇവന് എന്താ പറ്റിയത്? മാറ് ചേച്ചി. മോനെ, വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. വാതിലകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ ചേച്ചി. ദുർഗാന്റി, നമുക്ക് പ്രസാദങ്ങളെ വിളിച്ചാലോ? വാതിൽ തുറക്ക്. വാതിൽ തുറക്കാൻ. ആദ്യേട്ടാ, ദുർഗാന്റി വിളിക്കുന്ന കേട്ടില്ലേ? വാതിൽ തുറക്ക്. മോനെ, ചേച്ചി, നമുക്ക് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കാം, അതാ നല്ലത്. അതിനൊക്കെ ഒരുപാട് സമയമാവില്ലേ? തുറക്കുമോനെ. ആദ്യേട്ടാ, ആദ്യേട്ടാ തുറക്ക്. തുറക്കാതി. ദുർഗാന്റി വിളിക്കുന്ന കേട്ടില്ലേ? തുറക്ക് ആദ്യേട്ടാ, പ്ലീസ്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയോട് പറ. നിന്റെ ഏത് ഇഷ്ടവും ഞാൻ നടത്തി തരും. വാതിൽ തുറക്ക്. മോനെ, മോനെ, എന്ത് കാര്യത്തിനും പരിഹാരമുണ്ട്. നീ ഒന്ന് വാതിൽ തുറക്ക്. എന്തിനാ ബഹളം വെക്കുന്നേ? അത് പിന്നെ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുക? നിനക്കെന്താ വാതിൽ തുറന്നാ? നീ അകത്ത് എന്തെടുക്കായിരുന്നു? എനിക്കെന്താ കുളിക്കാനും പാടില്ലേ? ആന്റി, ആദ്യേട്ടൻ സൂയിസൈഡ് ചെയ്യാൻ കൊണ്ടുവന്ന കയറ്. സൂയിസൈഡ് ചെയ്യാനോ? ഞാനോ? അതെ, ആദ്യേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞ് ആദ്യേട്ടൻ കെട്ടി തൂങ്ങി ചാവാൻ പോവാന്ന്. കെട്ടിത്തൂങ്ങി ചാവാനെ എനിക്കെന്താ വട്ടുണ്ടോ? നീ പിന്നെ എന്തിനാ കയറുമായി അകത്ത് കയറി വാതിലടച്ചത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ടു. വെറുതെ ഓരോരോ ഏർപ്പാടായിട്ട് അങ്ങ് വന്നേക്കോ. നീ എന്തിനാ ഈ കയറ് വാങ്ങിയതെന്ന് പറ. ഇതുകൊണ്ടേ എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ട്. ആ പല ആവശ്യം എന്താന്നാ ചോദിച്ചത്? ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തേക്ക് പോവൂ. ഇല്ല, ഞങ്ങൾ പുറത്തേക്ക് പോയ ആദ്യേട്ടനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിട്ടാ. ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. നിനക്കിവിടെ എന്തിന്റെ കുറവാ ഉള്ളത്? മരിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്? എനിക്കിവിടെ പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി മരിക്കാനൊന്നും എന്നെ കിട്ടില്ല. നേടാനുള്ളത് മുഴുവൻ ഞാൻ ജീവിച്ച് നേടുകയും ചെയ്യും. ആദ്യേട്ടനെ എന്തിനാ കയറ് കൊണ്ടുവന്നെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറ, നിനക്ക് ഈ കയർ എന്തിനാ? ഞാനൊരു കാളയെ വാങ്ങാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിട്ട് വാങ്ങിയ കയറായത്. കാളയോ? എന്തിന്? അതും ഈ വീട്ടിലേക്ക്? എനിക്ക് വളർത്താൻ. അതെ, ആദ്യേട്ടാ, എന്നെ നല്ലതുപോലെ വളർത്തിയ പോരെ ആദ്യേട്ടന്. എന്തിനാ ഈ കാളെ വളർത്തുന്നേ? ഒന്നും മിണ്ടാതിരിക്കടി. എനിക്കൊന്ന് കുളിക്കണം. എല്ലാരും ഒന്ന് പുറത്തു പോയേ. പുറത്തു പോവാം. ആദ്യം നീ സത്യം ചെയ്യ ആത്മഹത്യ ചെയ്യില്ലെന്ന്. ഇത് വലിയ കഷ്ടമായി. സത്യം ചെയ്യടാ അങ്ങോട്ട്. സത്യമായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല. എല്ലാരും ഒന്ന് പുറത്തു പോയേ. അഥവാ ആദ്യേട്ടന് ആത്മഹത്യ ചെയ്തല്ലേ, പിന്നെ ഞാൻ ഒരിക്കലും ആദ്യേട്ടനോട് മിണ്ടില്ല. നീ അങ്ങോട്ടൊന്ന് പോയേ. ഓ, ഈ നിരാശയാണ് ആദ്യം മാറ്റേണ്ടത്. ഈ മുഖത്തേക്കൊന്ന് നോക്കിയാ മതി. ദുഃഖപുത്രയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛനും വന്നോക്കട്ടെ. അയ്യോ ശോകം. ചക്കിക്കൊത്ത ചങ്കരമാര രണ്ടുപേരും എഴുന്നേറ്റ് വന്നേ. എന്തിനാ? നമുക്കേ അടുക്കളയിൽ പോയി നല്ല ഉഗ്രനൊരു കുക്കറി ഷോ നടത്താം. തുളസിയുടെ വക ഡിന്നർ ഉണ്ടായിരിക്കുന്നതാണ്. ചിക്കൻ വിന്താലു. ചിക്കൻ വിന്താലുവോ? കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാൽ ഇന്ന് കാണാം. ഈ വേവിക്കാത്ത ചിക്കൻ കറിയാണോ കാവ്യ ഉദ്ദേശിച്ചത്? അയ്യടാ കോമഡി. രണ്ടുപേരും അടുക്കളയിലേക്ക് വാ. അതിന് ഇവിടെ ചിക്കൻ ഉണ്ടോ? ഞാനും അമ്മയും കൂടെ ഔട്ടിങ്ങിന് പോവല്ലോ, അപ്പൊ വാങ്ങിച്ചോളാം. പ്രശ്നം തീർന്നില്ലേ? വാ, എഴുന്നേറ്റ് വാ. എഴുന്നേറ്റ് വാ അമ്മ. എണീക്കട്ടെ. വാ, നടക്ക്.
ആദ്യേട്ടൻ എന്താ ഓർക്കുന്നേ? പലതും. എന്താ എല്ലാ കാര്യം നിന്നോട് പറയണമെന്നുണ്ടോ? പറയാതെ തന്നെ എനിക്ക് അറിയാം. നിനക്ക് എന്തറിയാം? ആദ്യേട്ടൻ തുളസിയെ കൊല്ലാൻ നോക്കിയിരുന്നല്ലേ? തുളസിയെ കൊല്ലാനോ? ഞാനോ? അതെ. അല്ല, അതെങ്ങനെ നീ അറിഞ്ഞു? അതൊക്കെ ഉണ്ട്. എന്നാലും പറ. അതോ, അതൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അമ്പടി കള്ളി, നീ ആള് കൊള്ളാലോ. പറ, നീ എങ്ങനെ കണ്ടുപിടിച്ചത്? ഞാനേ ഡിക്റ്റേറ്റീവാ. എന്റെ മുന്നിൽ ആർക്കും ഒന്നും ഒളിക്കാൻ കഴിയില്ല. അതെനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഓ, നിന്നെ ഞാൻ സമ്മതിച്ചു. ആരോടും പറയാതെ കൊണ്ടു നടന്ന രഹസ്യം നീ എങ്ങനെ കണ്ടുപിടിച്ചു? അത് പിന്നെ ആദ്യേട്ടൻ സൂയിസൈഡിയം കൊണ്ടുവന്ന കയറില്ലേ? സൂയിസൈഡിയാണോ? ഞാനോ? എന്നോടൊന്നും ഒളിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ. അതൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നിന്നെ ഞാൻ സമ്മതിച്ചു. ആ കയറില്ലേ, അതിലുണ്ടായിരുന്നല്ല എവിഡൻസ്. ഏത് കയറില്? ആദ്യമായിട്ട് റൂമിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച കയറില്ലേ? എന്താ ആദ്യമായിട്ടാണ് ഓർക്കുന്നത്? ഞാൻ നിന്റെ കഴിവിനെ കുറിച്ച് ഓർക്കായിരുന്നു. എന്റെ കഴിവ് മുഴുവൻ ഞാൻ പുറത്തെടുത്തിട്ടില്ല. വേണ്ട, അതൊക്കെ സാവകാശം പുറത്തെടുത്താ മതി. എല്ലാം കൂടി സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. ആദ്യമായിട്ട് എന്നെ സഹിക്കണ്ട, ഞാൻ ആദ്യമായിട്ട് സഹിച്ചോളാം. ആ തുളസിയാ എല്ലാത്തിനും കാരണം അല്ലേ ആദ്യേട്ടാ? അതെ, അവളാണ് പ്രശ്നം. അങ്കിള് ഒരിക്കലും അവളെ ഈ വീട്ടിൽ കേറ്റില്ലെന്ന് ഉറപ്പായിട്ടും അവൾ എന്തിനാ ഇപ്പോഴും ആദ്യേട്ടന്റെ പിന്നാലെ നടക്കുന്നത്? അവളെന്റെ പിന്നാലെ നടക്കുന്നില്ലല്ലോ. പിന്നില്ലാതെ അവളുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ ആദ്യേട്ടൻ അവളെ കൊല്ലാൻ നോക്കിയത്? അതെ അതെ. അല്ല പിന്നെന്താ അവൾ ആദ്യേട്ടന്റെ പിന്നാലെ നടക്കുന്നില്ല എന്ന് പറഞ്ഞത്? അവൾ എന്റെ പിന്നാലെ അല്ല, ഞാൻ അവളുടെ പിന്നാലെയാ നടക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് തുളസിയെ. ആദ്യേട്ടാ, അവളെ ഞാൻ കൊല്ലില്ല. അവളെ ഞാൻ വളർത്തും. ഈ റൂമിലിട്ട് വളർത്തും. അതിനെ പ്രസാദങ്ങളും ദുർഗന്റെയും സമ്മതിക്കില്ല. അവരുടെ സമ്മതമേ എനിക്ക് വേണ്ട. ആദ്യേട്ടൻ എന്തിനാ വെറുതെ ആപത്ത് വിളിച്ചു വരുത്തുന്നത്? എന്താപത്ത്? ആദ്യേട്ടൻ തുളസിയെ കല്യാണം കഴിച്ചാൽ ആപത്ത് സംഭവിക്കും. എന്താ ആപത്താന്ന് പറ. അത് പിന്നെ പ്രസാദങ്ങൾ ആദ്യേട്ടനെ ഇവിടുന്ന് ഓടിക്കും, തുളസിയെ വെട്ടിക്കൊല്ലും. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡിക്റ്റേറ്റീവാന്ന്? എല്ലാം എനിക്കറിയാം. ഭയങ്കരം തന്നെ. സമ്മതിച്ചല്ലോ, ഇപ്പോഴെങ്കിലും ആദ്യേട്ടൻ എന്നെ സമ്മതിച്ചല്ലോ. സമ്മതിക്കാതെ വയ്യല്ലോ. അതാണ്. ഇനിയെ എന്റെ അടുത്ത് ഒന്നും ഒളിക്കല്ലേ. അയ്യോ, ഇല്ലേ ഇല്ല. നോക്കാം. അത് കണ്ടു തന്നെ അറിയണം. പ്രസാദേട്ടന്റെ പത്രം വായന ഇതുവരെ കഴിഞ്ഞില്ലേ? എന്തുപറ്റി? ക്ഷേത്രത്തിൽ പോണ്ടതല്ലേ? ഓ, അന്നദാനം. അതിന് താൻ മാത്രം പോയാൽ മതി. അല്ല, ദുർഗേച്ചി തനിച്ചു പോവാനോ? അതെന്താ, ക്ഷേത്രത്തിലേക്കുള്ള വഴി അറിയില്ലേ? അങ്ങനെയല്ല, ദുർഗേച്ചി നടത്തുന്ന അന്നദാന മഹോത്സവം അല്ലേ, അതിന് ദുർഗേച്ചി മാത്രം പോയാ എങ്ങനെയാ ശരിയാവുന്നത്? പത്രത്തിന്റെ കൂടെയുള്ള നോട്ടീസിൽ വിശേഷം കണ്ടു. പ്രിയയുടെ ആയുസിനും ആരോഗ്യത്തിനും നെഞ്ചുവേദനയ്ക്കും ബോധം കെടലിനും എല്ലാത്തിനുള്ള പ്രതിവിധിയായിട്ടാ ദുർഗേച്ചി ഈ അന്നദാനം നടത്തുന്നത്. പ്രിയയ്ക്ക് എല്ലാ അസുഖവും വരുത്തി വെച്ചതിന് ശേഷം അവളുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി അന്നദാനം നടത്തിയിട്ട് എന്ത് കാര്യം? ഒരു നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോ പ്രസാദേട്ടൻ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്?
തെറ്റ് ചെയ്ത് ഞാനാടോ. ഞാൻ കാരണ പ്രിയക്ക് ആപത്തുണ്ടായത്. അവളെ രോഗശയ്യയിലാക്കി എനിക്ക് അവളുടെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയില്ല. ദൈവസന്നിധിയിൽ വന്നു നിൽക്കാനുള്ള അർഹതയുമില്ല. അതിന് സാറ് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനി അഥവാ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാ അതോടെ തീരാവുന്നതേ ഉള്ളൂ. ഞാൻ എവിടേക്കുമില്ല. പ്രസാദേട്ടാ, എന്തിനാ ഈ വാശി? ദുർഗേച്ചി ഒരുപാട് കാശ് മുടക്കിയ സാറിന്റെ അനിയത്തിക്ക് വേണ്ടി ഈ അന്നദാന മഹോത്സവം നടത്തുന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. വിവാഹ നിശ്ചയം മുടക്കി പ്രിയെ ഹോസ്പിറ്റലിൽ വരെ എത്തിക്കാൻ കാരണക്കാരനായിട്ടുള്ള ഞാൻ അവളുടെ ആരോഗ്യത്തിനു വേണ്ടി ഭാര്യ നടത്തുന്ന അന്നദാന ചടങ്ങിൽ പങ്കെടുക്കുക. ആളുകൾ എന്നെ കണ്ട പരിഹസിക്കും. ആളുകൾ പറയുന്നത് നമ്മൾ എന്തിനു കാര്യമാക്കണം? എനിക്കതൊക്കെ കാര്യമാക്കിയേ പറ്റൂ. ആളുകൾക്ക് നല്ല മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കേണ്ടവനാണ് ഒരു പോലീസ് ഓഫീസർ. അങ്ങനെയുള്ള ഞാൻ ചെയ്തതോ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്കിപ്പോ പേടിയാ. സാർ ഒരു കാര്യം ചെയ്, ആരുടെ മുഖത്ത് നോക്കണ്ട, ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോന്നോളൂ. ചേച്ചി അതൊന്നും കാര്യമാക്കണ്ട. ചെന്ന് ആദ്യമോ റെഡിയായി ഒന്ന് നോക്ക്. ചെല്ല്, നമുക്ക് പോവാം. ആദ്യേട്ടനിതുവരെ റെഡിയായില്ലേ? എവിടേക്ക്? നമുക്ക് ക്ഷേത്രത്തിൽ പോണ്ടേ? നീ പറ്റോ? അതിന് ഞാൻ തോന്നും. എന്റെ കൂടെ വരണം. ഞാനോ? അതെ, കണ്ടില്ലേ ക്ഷേത്രത്തിൽ പോകാനാ ഞാൻ കേരള സ്റ്റൈൽ ഡ്രസ് എടുത്തത്. ഇതെനിക്ക് എങ്ങനെയുണ്ട് ആദ്യേട്ടാ? കൊള്ളാമോ? എന്നെ കാണാൻ ഇപ്പൊ ഒരു നാടൻ ഗേളിനെ പോലില്ലേ? പറ ആദ്യേട്ടാ, എന്നെ കാണാൻ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പോലില്ലേ? തെങ്ങിനെ സാരി ചുറ്റി ഇതിനേക്കാളും ഭംഗിയുണ്ടാവും. ഞാൻ കേട്ടില്ല ആദ്യേട്ടാ, ഉറക്കെ പറ. അതെ, കാവിലെ ഭഗവതിയെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമായിരുന്നു. അതിനെന്താ, എന്നെ നോക്കിക്കോ, ഞാൻ ശരിക്കും ഭഗവതിയാ. ഭഗവതി എന്നല്ല നിന്നെ പറയേണ്ടത്. പിന്നെന്താ ആദ്യേട്ടാ? ഭദ്രകാളിന്നാ. കളിയാക്കാതെ വേഗം എന്റെ കൂടെ വാ ആദ്യേട്ടാ. ഞാൻ എവിടേക്കില്ലാന്ന് പറഞ്ഞില്ലേ? ആദ്യേട്ടാ, ഫുഡുണ്ട്. ഫുഡോ? അതെ, ക്ഷേത്രത്തിലെ ദുർഗാണ്ടിയുടെ വക എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. ക്ഷേത്രം എന്താ അനാഥാലയാണോ? ക്ഷേത്രം അനാഥാലയം തന്നെയല്ലേ? ചിലർക്ക് ദൈവം അല്ലാതെ മറ്റാരാ ആശ്രയമുള്ളത്? യെസ്, അങ്ങനെ പറഞ്ഞു കൊടുക്ക ആന്റി. നീ വേഗം റെഡിയാവ്. ഇന്ന് എന്റെ വക ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ട്. നീ അറിയാതിരിക്കില്ലല്ലോ. നല്ല പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടല്ലോ, ആ സ്ഥിതിക്ക് അറിയാതെ. അഴിമതി ഭരണം, അഴിമതി ഭരണം, ഗായത്രി ടീച്ചറിന്റെ അഴിമതി ഭരണം, അഴിമതി ഭരണം, അഴിമതി ഭരണം, ഗായത്രി ടീച്ചറിന്റെ അഴിമതി ഭരണം. രാജിവെക്കൂ, 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 ഗായത്രി ടീച്ചർ രാജിവെക്കൂ, രാജിവെച്ച് പുറത്തു പോകൂ. നിർത്തൂ, ഒന്ന് നിർത്തൂ. നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ, അത് കേൾക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. 21ാമത്തെ അപകടം ഈ റോഡിൽ നടക്കുന്നത്. അതിൽ 19 പേര് മരിച്ചു. ഇന്ന് ആക്സിഡന്റിൽ പെട്ട ആളുടെ സ്ഥിതിയും ഗുരുതരമാണ്. ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് ഈ അപകടങ്ങൾക്കെല്ലാം കാരണം. മാഡം, റോഡ് നിർമ്മിക്കുന്ന സമയത്ത് എഞ്ചിനീയറോട് ഞങ്ങൾ നാട്ടുകാർ പറഞ്ഞതാ. മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല. മാഡം, ഇനിയും ഇങ്ങനെ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. മാഡം, എത്ര വർഷമായി ഞങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞ് ആവശ്യപ്പെടുന്നു. ഓരോ മന്ത്രിമാർ ഓരോ കാര്യം പറഞ്ഞൊഴിയുക. ഞാൻ അധികാരം ഏറ്റിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ നിങ്ങൾക്കറിയാലോ. ഈ നിമിഷം തന്നെ ഈ കാര്യത്തിന് ഞാൻ ഓർഡർ ഇടുകയാണ്. ഈ റോഡ് ഇന്ന് തന്നെ റീകൺസ്ട്രക്ഷൻ ആരംഭിക്കും. എത്രയും പെട്ടെന്ന് അപകടകരമായ സ്ഥിതിക്ക് പരിഹാരം ഉണ്ടാകും. അത് മതി, അത് മതി. ഇപ്പൊ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും.
അതുവരെ വാഹന ഗതാഗതത്തിനായി ഒരു സർവീസ് റോഡ് നിർമ്മിക്കും. എത്രയും വേഗം വർക്ക് തുടങ്ങണം. ഓക്കെ മാഡം. ചീഫ് എഞ്ചിനീയർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മെയിൽ അയക്കും. അടുത്ത വർക്ക് നടക്കുന്ന ഏത് സൈറ്റാണോ അവിടുന്ന് ലേബേഴ്സിനെ ഹയർ ചെയ്യുക. ഇന്ന് തന്നെ തുടങ്ങാന്ന് വെച്ചാൽ മസ്റ്റ്. ഇന്ന്, ഇപ്പൊ തന്നെ. ഇറ്റ്സ് മൈ ഓർഡർ. ഓക്കെ മാഡം. ഇനി ഒരു നിമിഷം പോലും ഈ റോഡിങ്ങിന് അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ ഉണ്ടാവാൻ പാടില്ല. യെസ് മാം. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, ഗായത്രി ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. താങ്ക് യു മാഡം. ഇത്ര പെട്ടെന്ന് ഈ റോഡ് കൺസ്ട്രക്ഷൻ സാധ്യമാകോ? സാധ്യമാകണം. ഇനി ഒരാളും ഈ റോഡിൽ അപകടത്തിൽ പെട്ടൂടാ. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിക്കുന്ന റോഡുകളും പാലങ്ങളും അവരുടെ ജീവൻ എടുക്കാനുള്ള കാരണമാകാൻ പാടില്ല. ഈ റോഡ് നിർമ്മിച്ച എഞ്ചിനീയർക്കെതിരെ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും കടുത്ത നടപടികൾ ഉണ്ടാകും. നിർമ്മാണത്തിന്റെ ഒരു വിഹിതം ആ എഞ്ചിനീയറിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. മന്ത്രി പോട്ടെ, മാറിക്കേ. വണ്ടി ഓടിക്കുന്നേ? വായി നോക്കി വണ്ടി ഓടിച്ചിട്ട് കണ്ടെവിടെയാ? മാഡത്തിന് ആറ്റുനോറ്റുണ്ടായ കുഞ്ഞല്ലേ, അവള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്റെ മോള് പറഞ്ഞല്ലോ, ഇനി ഈ ജന്മം നിങ്ങൾ അവളെ കാണില്ല. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? എന്റെ കുഞ്ഞിനെ എന്തിനാ തട്ടിക്കൊണ്ടുപോയെ? കുഞ്ഞിനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്തിനുള്ളിൽ 50 ലക്ഷം രൂപ എത്തിക്കണം. അയ്യോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കില്ല. അതല്ല, അധികാരം ഉപയോഗിച്ച് പോലീസിനെയോ മറ്റോ വിവരമറിയിക്കാനുള്ള ബുദ്ധി മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുഞ്ഞിനെ നിങ്ങൾക്ക് തരും. വെട്ടി നുറുക്കി അവളെ ഒരു പോളിത്തീൻ കവറിൽ പൊതിഞ്ഞിട്ടായിരിക്കുമെന്ന് മാത്രം. പ്ലീസ്, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ പിന്നെ നിങ്ങൾ ആ കുഞ്ഞിനെ ജീവനോടെ കാണില്ല. എന്റെ മോള് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? നിന്റെ അമ്മയാ ഫോണിൽ. അമ്മയോട് വേഗം വരാൻ പറ. മോളെ, മോളെ. മോളെ, മോള് പേടിക്കണ്ട. അമ്മ വേഗം വരാം. ഇല്ല, മോള് പേടിക്കണ്ട. അവരൊന്നും ചെയ്യില്ല. മോള് ധൈര്യമായിട്ടിരിക്കെ. അമ്മ വേഗം വരാം. ഇപ്പൊ വിശ്വാസം വന്നു കാണുമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞ കാശ് എത്തിക്ക്. എവിടെയാ?
എവിടെയാ എന്റെ മോളുള്ളത്? എവിടെയാ ഞാൻ കാശ് കൊണ്ടുവരേണ്ടത്? സ്ഥലമൊക്കെ പറയാം, നിങ്ങൾ തനിച്ചേ വരാൻ പാടുള്ളൂ. ഞാൻ തനിച്ചേ വരുള്ളൂ. ബാങ്കിൽ പോയി കാശ് എടുക്കേണ്ട ഒരു സമയം, അത് മതി. എന്റെ മോളൊന്നും ചെയ്യരുത്. പറഞ്ഞല്ലോ, നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അതിബുദ്ധി കാണിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞാൽ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ അങ്ങ് മറന്നേക്ക്. ഇല്ല ഇല്ല, ആരും അറിയില്ല. ഞാൻ ആരെ അറിയിക്കില്ല. എനിക്ക് എന്റെ മോളുടെ ജീവനാ വലുത്. എന്നാ പിന്നെ ഉച്ചയ്ക്ക് മുൻപായി ബീച്ചിന് സമീപത്തെത്തുക, ക്യാഷുമായിട്ട്. ഓക്കെ, ഞാൻ വരാം. അപ്പൊ മറക്കണ്ട, ഈ വിവരം വല്ല വിധേനെ ലീക്കാവുകയോ ഞങ്ങളെ ട്രാപ്പിലാക്കുന്ന വല്ല വിദ്യയും ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞങ്ങൾ അറിയുകയോ ചെയ്താൽ, അതുവരെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കുഞ്ഞിന്റെ ആയുസ്. ഇല്ല, ആരും അറിയില്ല. ഞാൻ വരും. എന്റെ മോള് സേഫ് ആയിരിക്കണം. സേഫ് ആയിരിക്കും. ഇത്ര നേരമായിട്ട് തുളസി വന്നില്ലല്ലോ. കിട്ടുന്നില്ല. ആദ്യേട്ടാ, ആരെയാ വിളിക്കുന്നേ? ഞാൻ ആരെ വിളിച്ചാലും നിനക്കെന്താ? ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഇത് വലിയ ശല്യായല്ലോ. ഞാനേ എനിക്ക് സൗകര്യമുള്ളവരെ വിളിക്കും. അത് ഞാൻ കൂടി അറിഞ്ഞാൽ എന്താന്ന് ചോദിച്ചേ. ആദ്യേട്ടന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ദുർഗാന്റെ എന്നോട് പറഞ്ഞിട്ടുള്ള മറന്നുപോയോ? പിന്നെ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ നഴ്സറി കുട്ടിയല്ലേ. എന്നല്ലേ ചില നേരത്തെ ആദ്യേട്ടൻ നഴ്സറി കുട്ടികളെക്കാളും കഷ്ടം. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നീ പോകുന്നുണ്ടോ? ആദ്യേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല. അതിനുള്ള അവകാശ അധികാരമുള്ള ആള് ആദ്യേട്ടൻ. പറ്റിയിട്ടില്ലല്ലോ? ഇല്ല. മാഡം പേടിക്കണ്ട, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ ആരാ? ഈ ചേച്ചി അമ്മേനെ രക്ഷിച്ചത്. അപ്പോ ഞാൻ വരുന്ന വഴിക്ക് കാറിനകത്ത് മോള് കരയുന്ന കണ്ട് അതിനെ ഫോളോ ചെയ്തതാ.
നന്ദിയുണ്ട് മോളെ, ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ, ഇത് മോൾക്കുള്ളതാ. എനിക്കോ? അതെ, 50 ലക്ഷം രൂപയുണ്ട്. ഇതിന് മോളെടുത്തു. നിനക്ക് അവകാശപ്പെട്ടതായത്. മാഡം, ഞാനൊരു ഗുണ്ടയോ ഇങ്ങനെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കാശുണ്ടാക്കുന്നവളോ അല്ല. അങ്ങനെയായിരുന്നെങ്കിൽ മാഡം ഈ പറഞ്ഞത് ശരിയാ, ഈ കാശ് എനിക്ക് അവകാശപ്പെട്ടതാവുമായിരുന്നു. പക്ഷെ ഞാനിത് ചെയ്തത് മനുഷ്യത്വത്തിന്റെ പേരിലാ. എന്നാലും മോളുടെ വിലപ്പെട്ട സമയം എന്റെ മോൾക്ക് വേണ്ടി ചെലവാക്കിയില്ലേ? എന്റെ സമയത്തേക്കാൾ വില മാഡത്തിന്റെ കുഞ്ഞിനില്ലേ? അങ്ങനെ ഞാൻ കരുതിയത്. വളരെ സന്തോഷം. നിന്നെ പോലുള്ള പെൺകുട്ടികളാ നാളെയുടെ വാഗ്ദാനങ്ങൾ. സോറി, ഞാൻ പേര് ചോദിക്കാൻ മറന്നു. തുളസി. മുഴുവൻ പേര് കൃഷ്ണ തുളസി. തുളസി. തുളസിക്ക് ജോലി എന്തെങ്കിലും അതോ പഠിക്കുകയാണോ? ഇല്ല, പഠിത്തം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ജോലി നോക്കണം. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ. അച്ഛൻ പോലീസ് ഓഫീസറാ. വെറുതെ അല്ല ഈ ധൈര്യം. സത്യം പറഞ്ഞ ധീരതയ്ക്കുള്ളൊരു അവാർഡ് തുളസിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ടതാ. അയ്യോ മാം, അതൊന്നും വേണ്ട. ഇത് മറ്റാരും അറിയരുത്, ആ ഒരു നിർബന്ധം എനിക്കുണ്ട്. മാം ധൈര്യമായിരിക്കെ. ഇത് തൽക്കാലം ഞാനും മാഡവും പിന്നെ ഈ മോളും മാത്രം അറിഞ്ഞാ മതി. താങ്ക്സ് തുളസി. എങ്ങനെയാ തുളസിയോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്ത് പ്രത്യുപകാരം ചെയ്താലാണ് തുളസി ചെയ്ത ഉപകാരത്തിന് പകരാവാന്ന് എനിക്കറിയില്ല. മാഡം തൽക്കാലം ഒന്നും ചെയ്യണ്ട. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്ന് വന്നതല്ലേ, വൈകണ്ട. ശരി, തുളസിയുടെ ഫോൺ നമ്പർ ഒന്ന് വേണം. ചേച്ചിയുടെ നമ്പർ എനിക്കറിയാം. 9961423232. ആഹാ, അമ്പത് മിടുക്കി. നീ ഇത്ര വേഗം അതും പഠിച്ചോ? ഒറ്റ തവണ ഞാൻ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ഇവൾക്കെല്ലാം ഒരു തവണ കേട്ടാ മതി, ബൈ ഹാർട്ട് ആക്കിക്കോളൂ. തുളസിക്ക് എവിടെ ഇറങ്ങണ്ടേന്ന് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട മാം, എനിക്ക് സ്കൂട്ടർ ഉണ്ട്. ഓ ഓക്കെ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. തുളസി ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ചേച്ചിക്കൊരു ഉമ്മ കൊടുക്ക.